മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞൊരു കള്ളസ്വാമി ഉണ്ടായിരുന്നു. ഹിന്ദു സമൂഹം ഒരിക്കലും അംഗീകരിക്കുകയോ കള്ളന്മാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും അല്ലാത്തവര് ഒരിക്കലും സന്ദർശനം നടത്താതിരിക്കുകയോ ചെയ്തൊരു സ്വാമി. ഇവിടെ സന്തോഷ് സ്വാമി ഉണ്ടായിരുന്നു. വേഷഭൂഷാദികളിൽ സ്വാമിയുടെ കള്ളത്തരം കാണാവുന്നവരാണ്. അവരെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴും ഇവിടുത്തെ DYFIക്കാരും SFIക്കാരും ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമൃതാനന്ദമയുടെയും സായിബാബയുടെയും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെയും അതുപോലെ തന്നെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ ആശ്രമങ്ങളിലേക്കൊക്കെ കയറി നടത്തിയ പേക്കൂത്തുകൾ, DYFIക്കാരും SFIക്കാരും നടത്തിയ പേക്കൂത്തുകൾ ഒരുപക്ഷെ കുറച്ചുപേരെ ഓർക്കാൻ സാധ്യതയുള്ളൂ. അതായത് തനി കള്ളസ്വാമിമാരെ കള്ളത്തരം ചെയ്യുന്നവരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് ഹൈന്ദവ സമൂഹം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പാപഭാരം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആശ്രമങ്ങളുടെ തലയിലേക്ക് വന്നു. രണ്ടാമത്തെ കാര്യം, നിത്യാനന്ദ എന്ന് പറഞ്ഞ ഒരു ചെറിയ സന്യാസി കർണാടകത്തിലുണ്ടായിരുന്നു. ആക്റ്റീവായിട്ടുള്ള സന്യാസിയാണ്. അനവധി പേർക്ക് ദീക്ഷ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു സിനിമാ നടിയോ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഒരു ഫോട്ടോ ആശ്രമത്തിനകത്തെ ഒരു ക്രിസ്ത്യൻ അന്തേവാസി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് 10 മിനിറ്റുകൾക്കകം ആ വീഡിയോ ചാനലിലൂടെ നിരന്തരം പോയപ്പോൾ 10 മിനിറ്റിനകം അദ്ദേഹത്തിൻ്റെ ആരാധകരുൾപ്പെടെ അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയും അയാളുടെ ഫോട്ടോ ശരിക്ക് പ്രസ്സിൽ ചെന്ന് പ്രിന്റ് ചെയ്തെടുത്ത് അത് ചവിട്ടി മെതിക്കുകയും അയാളുടെ കോലം കത്തിക്കുകയും അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു അയാളുടെ ആരാധകരുൾപ്പെടെ. പക്ഷേ ഇതിൽ DYFIക്കാരല്ല, ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു സ്വാമിക്കെതിരെ, ആ സോ കോൾഡ് നിത്യാനന്ദക്കെതിരെ. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു പള്ളിയിലച്ഛൻ 120 പെൺകുട്ടികളെ അതിഗംഭീരമായിട്ട് കാനഡയിൽ കൊണ്ട് താമസിപ്പിക്കുക, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവിടെ വാങ്ങിക്കുക, പെൺകുട്ടികളെ മാത്രം സുവിശേഷം നടത്താൻ മുറിയിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ ഒരു കുട്ടി 11ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടിയെ ഗർഭിണിയാക്കുക, ആ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ വരാൻ അനുവദിക്കുക, ആ പള്ളിയിൽ ആ കുട്ടിക്ക് പരിചരണം കൊടുത്ത് ഗർഭിണിയെ വളർത്തുക, എന്നിട്ട് ഗർഭിണി ആയിട്ടുള്ള ഈ അച്ഛനിൽ നിന്ന് ഗർഭം സ്വീകരിച്ച ഗർഭിണിയായിട്ടുള്ള ഈ കുട്ടിയെ പള്ളി ആശുപത്രിയിൽ തന്നെ പ്രസവിപ്പിക്കുക, എന്നിട്ട് അത് മൂടി വയ്ക്കുക പുറത്തറിയാതെ. ഇതെല്ലാം പള്ളിയുടെ കീഴിൽ നടക്കുന്ന ഒന്നാണ്. ഈ അച്ഛനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുടെ ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തേ DYFIക്കാരും SFIക്കാരും ഒന്നും പറയാതെ? അവർക്ക് പള്ളിക്കാരെന്ത് ചെയ്താലും പ്രശ്നമില്ലേ? ഇവിടത്തെ അവാർഡ് വാപസി ചെയ്ത ബുദ്ധിജീവികൾ ഒത്തിരി പേരുണ്ടല്ലോ, CPIയിലും CPMയിലും. അവരുടെയൊക്കെ നാവെന്താ അടങ്ങിപ്പോയത്? ഹിന്ദു ധർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഹിമവൽ ഭദ്രാനന്ദയെയും സന്തോഷ് സ്വാമിയെയും അറസ്റ്റ് ചെയ്തപ്പോൾ ആക്രമണം നേരിടേണ്ടി വന്നത് ഈ കേരളത്തിൽ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന ശാസ്തമംഗലത്തെ രാമകൃഷ്ണ ആശ്രമം ഉൾപ്പെടെ, വിവേകാനന്ദ ആശ്രമം ഉൾപ്പെടെ, നിവേദിത ആശ്രമം ഉൾപ്പെടെ, അമൃതാനന്ദമയുടെ ആശ്രമം ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ DYFI SFIക്കാരുടെ കീഴിലുള്ള സംഘടനകളുടെയും പ്രവർത്തകരുടെയും അസാധാരണമാം വിധത്തിലുള്ള തിന്മ നിറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇവിടെ പള്ളിക്കാര് കാണിച്ചു കൂട്ടുന്നതിന് എന്തേ ഒരു പ്രതികരണവും DYFIക്കും കൈരളിക്കും ബ്രിട്ടാസിനും അതുപോലെ ഇല്ലാത്തത്? ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു മാസം മുമ്പ് ഒരച്ഛനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പിഴപ്പിച്ചതിന് 2 ജീവപര്യന്തം തടവാ കൊടുത്തത്. ഇവിടുത്തെ CPMകാർക്ക് ഒരു പ്രശ്നമില്ലേ? CPIക്ക് ഒരു പ്രശ്നമില്ലേ? അതുപോലെ തന്നെ ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ബുദ്ധിജീവികൾക്ക് ഒരു പ്രശ്നമില്ലേ? ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ക്ഷൗരപ്പണി ചെയ്യുന്ന, ബാർബർ പണി ചെയ്യുന്ന ബുദ്ധിജീവികൾക്ക് ഇതിൽ പ്രതികരിക്കാനൊന്നും പറ്റില്ലേ? മാത്രമല്ല, അടുത്ത കാലത്ത് പത്രങ്ങളിൽ ഫുൾ പേജിൽ
ഒരച്ഛൻ്റെ കീഴിൽ പുതിയ ഒരു ക്രൈസ്തവ സഭയിൽ കുറേ ബിഷപ്പുമാരെയും ഉപ അച്ഛന്മാരെയും നിയമിക്കുന്നതിൻ്റെ ഫോട്ടോ വന്നു. അതിൻ്റെ വിവരണങ്ങളും ഉണ്ടായിരുന്നു. ആ അച്ഛനല്ലേ 4-5 കൊല്ലം മുമ്പ് 850 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തിയതിന് ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്തത്? ആ അച്ഛൻ്റെ പേരിലല്ലയോ ഇത്രയും അധികം സ്ഥലങ്ങൾ കോയമ്പത്തൂർ കിടക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണമെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. ശങ്കരാചാര്യർക്കെതിരെ, കാഞ്ചീപുരം ശങ്കരാചാര്യർക്കെതിരെ വാളോങ്ങി മിസൈൽ വരെ വിക്ഷേപിക്കാൻ AKG സെന്ററിലെ ബുദ്ധിജീവികളും അല്ലാത്തവരും ശ്രമിച്ചപ്പോ ഈ അച്ഛൻ ഒരു ക്രൈസ്തവ വിഭാഗം തുടങ്ങി സ്വയം കർദിനാളോ ബിഷപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് കീഴില് 100 കണക്കിന് കന്യാസ്ത്രീകളെ കൈകാര്യം ചെയ്യുക കൂടാതെ ഒത്തിരി ഉപ അച്ഛന്മാർക്ക് അപ്പോയിന്റ്മെന്റും ഡിസപ്പോയിന്റ്മെന്റും കൊടുത്ത ആ അച്ഛന്റെ അഡ്വർടൈസ്മെന്റ് നടന്നപ്പോൾ ഈ അച്ഛന്റെ പേരിലുള്ള ചാനലുകളും അതുപോലെ തന്നെ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇൻകമിംഗ് എക്സ്പെൻഡിച്ചറിലും 850 കോടി രൂപയുടെ തിന്മ നിറഞ്ഞ അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് ഇൻകം ടാക്സുകാർ അന്ന് പറഞ്ഞത് എന്താ? മാഞ്ഞുപോയോ ഇതൊക്കെ? ഇതൊന്നും DYFIക്കാരുടെയും SFIക്കാരുടെയും CPMകാരുടെയും CPIക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അല്ല, പെട്ടാലും അവരായതുകൊണ്ട് കുഴപ്പമില്ല, ന്യൂനപക്ഷ അവകാശത്തിൽ ഇതെല്ലാം പെടുമെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യാത്തത്? ഏതായാലും സത്യവും ധർമ്മവും നീതിയും ന്യായവും ഫോളോ ചെയ്യുന്ന DYFIക്കാരെ, SFIക്കാരെ, നിങ്ങളോട് ഗോപാലകൃഷ്ണൻ പറയുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന സത്യത്തിനെതിരെ, ധർമ്മത്തിനെതിരെ, നീതിക്കും ന്യായത്തിനും എതിരെ പ്രവർത്തിക്കുന്ന കുറേ പേരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. നിങ്ങളിത് തിരിച്ചറിയണം. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും, ഹിന്ദു തെറ്റ് ചെയ്താൽ, ക്രിസ്ത്യാനി തെറ്റ് ചെയ്താൽ, മുസ്ലിം തെറ്റ് ചെയ്താൽ, തെറ്റും അധർമ്മവും അനീതിയും അന്യായവും ആര് ചെയ്താലും ഒരേ സ്വരത്തിൽ എതിർക്കാൻ ചങ്കൂറ്റമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോകണം. നിങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ തുടരുകയോ പുറത്ത് തുടരുകയോ ചെയ്യാം. വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ പരമകാഷ്ഠയാണ് ഇപ്പൊ DYFIക്കാരും. DYFIക്കാരും SFIക്കാരും വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ പരമകാഷ്ഠയിലാവാൻ കാരണം അവർക്ക് നേതൃത്വം നൽകുന്നവരും അത് തന്നെയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും പ്രതികരിച്ചവര് ലോ അക്കാഡമിയിൽ പ്രതികരിച്ചില്ല, നെഹ്റു കോളേജിൽ പ്രതികരിച്ചില്ല. അത് വേറെ ആണുങ്ങൾ വേണ്ടി വന്നു പ്രതികരിക്കാൻ. കാരണം പാർട്ടിക്കാരുടെ തണലിൽ വളരുന്നവരുടെ തണലിൽ നിൽക്കുന്ന പാർട്ടിക്കാരുമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ മുഷ്ടി ചുരുട്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയാണ് വാദിക്കുന്നതെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം അതിന് ശരിയല്ല. പ്രണാമം, നമസ്കാരം.